നമസ്കാരം. 2018-2019 കാലഘട്ടത്തിൽ കേരളത്തെ പിടിച്ചുലച്ച ഒരു വലിയ വിഷയമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. ഈ സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടൻ തന്നെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാനും അവിടെ ആചാര ലംഘനം നടന്നു എന്ന് ഉറപ്പുവരുത്താനുമൊക്കെ കേരള സർക്കാർ ശ്രമിച്ചത് ശബരിമലയിൽ വലിയ സംഘർഷത്തിന് കാരണമായി. അക്കാലത്ത് സീസൺ സമയത്തൊക്കെ വലിയ സംഘർഷമാണ് ഇവിടെ നടന്നത്. ഭക്തരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. കേരളമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹിന്ദുക്കൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നീടാണ് റിവ്യൂ ഹർജിയുമായി ഹിന്ദുക്കൾ പോയത്. പിന്നീട് റിവ്യൂ ഹർജി സുപ്രീം കോടതി തന്നെ ഫയലിൽ സ്വീകരിക്കുകയും അത് പരിഗണിക്കാനായി മാറ്റിവച്ചിരിക്കുകയുമാണ്. ഇപ്പോഴിതാ ആ യുവതീ പ്രവേശനം വീണ്ടും ചർച്ചയാവുകയാണ്. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ വാദം കേൾക്കാനും തീരുമാനമെടുക്കാനും 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത് പരിഗണനയിലാണ് എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകിയപ്പോൾ ആ ബെഞ്ചിൽ അംഗമായിരുന്നു. ഇപ്പോൾ ഇതാ ആ ബെഞ്ചിൻ്റെ കാലാവധി മാറുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസ് മറ്റൊരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകും എന്ന സൂചനയാണ് ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകുന്നതിനിടെ നൽകിയിരിക്കുന്നത്. അതായത് മതപരമായ സ്ത്രീകൾ നേരിടുന്ന വിവേചനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളിൽ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജികളുടെ വാദം കേൾക്കേണ്ടതുണ്ട്. ഈ ഹർജികൾ വളരെ കൃത്യസമയത്ത് പരിഗണിച്ച് അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശനമടക്കം ഈ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളുടെ പ്രവേശനമടക്കമുള്ള ആ വിഷയങ്ങൾ പരിഗണിക്കാനായി 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകും എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. എന്നാണ് ഈ ബെഞ്ചുകൾക്ക് രൂപം നൽകുകയെന്നോ എന്നു മുതൽ വാദം കേൾക്കുകയെന്നോ ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ എന്തായാലും ഒരു ഭരണഘടനാ ബെഞ്ച് അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നൽകുന്ന സൂചന. ദാവൂദി ബോറ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ നേരിടുന്ന മറ്റ് വിവേചനപരമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അന്യമതസ്ഥരെ വിവാഹം ചെയ്യുന്ന പാഴ്സി സ്ത്രീകൾ നേരിടുന്ന മതപരമായ വിവേചനം, അത്തരത്തിലുള്ള കാര്യങ്ങളോടൊപ്പമാണ് ഈ ശബരിമല സ്ത്രീ വിഷയവും പരിഗണിക്കുന്നത് എന്നുള്ളത് ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനുമെല്ലാം അപ്പുറം ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ശബരിമല സ്ത്രീ വിഷയത്തെ ബന്ധപ്പെടുത്തുന്നത് മണ്ടത്തരമാണ്. തീർച്ചയായും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് മറ്റൊരു മാനമാണുള്ളത്. അത് കോടതി ആ രീതിയിൽ തന്നെ പരിഗണിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം. പക്ഷേ ഇത്തരം ഹർജികൾക്കൊപ്പമാണ് ഭരണഘടനാ ബെഞ്ച് 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയും ആ ബെഞ്ചിലേക്ക് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരികയും ചെയ്യുക എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നൽകുന്ന സൂചന. വരും ദിവസങ്ങളിൽ ശബരിമല യുവതീ പ്രവേശനം വാർത്തയാകും, അല്ലെങ്കിൽ ഒരു വാർത്താ വിഷയമായി മാറും എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.